വെൽക്കം ടു ഓൾ. +1 ക്ലാസ്സുകളിൽ സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് IUPAC നോമൻക്ലേച്ചർ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: ഒരു കോമ്പൗണ്ട് തന്നതിന് ശേഷം അതിൻ്റെ IUPAC നെയിം എഴുതുക, അല്ലെങ്കിൽ IUPAC നെയിം തന്നതിന് ശേഷം ആ കോമ്പൗണ്ട് വരയ്ക്കുക. ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായി വരാറുണ്ട്. ഹയർ ക്ലാസ്സുകളിലേക്ക്, +2 ക്ലാസ്സുകളിലേക്കും ഇത് ആവശ്യം വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് തരം കോമ്പൗണ്ടുകളുടെ പേര് എഴുതുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെയാണ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ, രണ്ടാമത്തെ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകൾ, അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ട് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയും. റിംഗ് സ്ട്രക്ചർ എന്നൊക്കെയാണ് അതിന് പറയാം. നോക്കൂ, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിൾ ആണ്. നോക്കൂ, CH3, CH2, CH3. ഇതൊരു ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണ്. കാരണം ഇവിടെ ഒരു കാർബണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറൊരു കാർബണിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാർബണായിട്ട് ഇതെടുക്കാം, 2, 3, മൂന്നാമത്തെ കാർബണിൽ അവിടെ അവസാനിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് എൻഡുകൾ വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകൾ എന്ന് പറയുമ്പോൾ CH2, 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 CH2. ഈ ഒരു കോമ്പൗണ്ടിൽ ഒരു കാർബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റം, ഫോർത്ത് കാർബൺ ആറ്റം. ഈ ഫോർത്തിൽ നിന്ന് 1ലേക്ക് വീണ്ടും ബോണ്ട് വരുന്നുണ്ട്. അഥവാ ഇത് സൈക്ലിക് സ്ട്രക്ചറാണ്, രണ്ട് എൻഡുകളില്ല. ഇത്തരം കോമ്പൗണ്ടുകൾ നമ്മൾ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നു. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും IUPAC നെയിമിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നെയിമിങ്ങിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇതിൽ വേർഡ് റൂട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വേർഡ് റൂട്ട്, അതുപോലെ വേർഡ് റൂട്ടിനൊപ്പം ചേർക്കേണ്ട ഒരു ഭാഗമാണ് ANE അല്ലെങ്കിൽ ENE അല്ലെങ്കിൽ YNE. ഞാനിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വേർഡ് റൂട്ടും അതുപോലെ ANE, ENE, YNE ഇതിലൊരു വാക്കും എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരുകളിലും ഉണ്ടാവും. അപ്പോൾ അവരെ രണ്ടുപേരും നമ്മൾ തുടക്കത്തിലേ പഠിച്ചു വെക്കണം. അതോടൊപ്പം അതിന് ശേഷം ചേർക്കുന്ന ആൾക്കാരെ നമ്മൾ സഫിക്സ് എന്നും അതിന് മുന്നേ ചേർക്കുന്ന ആൾക്കാരെ പ്രിഫിക്സ് എന്നും പറയാം. പ്രിഫിക്സോ സഫിക്സോ കോമ്പൗണ്ടുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. എനിവേ വേർഡ് റൂട്ടും അതുപോലെ ANE, ENE, YNE ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേര് എഴുതുമ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേർഡ് റൂട്ടിലേക്ക് പോകാം. ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. വേർഡ് റൂട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനനുസരിച്ചാണ് നമ്മൾ വേർഡ് റൂട്ട് ഫിക്സ് ചെയ്യുക. ഒരു കാർബൺ ആറ്റം ആണ് വരുന്നതെങ്കിൽ അതിന് മെത്തെന്നും, 2 കാർബൺ ആറ്റം വരികയാണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻറ്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്റ്റ്, 9 നൊൺ, 10 ഡെക്ക്. ഇങ്ങനെയാണ് പേരുകൾ കൊടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 7ന് സെപ്റ്റ് എന്നൊരു വാക്ക് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ പഠിക്കുന്നുണ്ട്. അതായിട്ട് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 9 എന്നുള്ളതിന് N എന്നൊരു വാക്ക് ഇതേ ചാപ്റ്ററിൽ വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അത് മാറാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ 10 കാർബൺ ആറ്റംസിൻ്റെ വേർഡ് റൂട്ടുകൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ ഓക്കെ ആവും നിങ്ങൾക്ക്. തൊട്ട് പിന്നാലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ ANE യൂസ് ചെയ്യുക? കോമ്പൗണ്ടിൽ സിംഗിൾ ബോണ്ടുകളാണ് വരുന്നതെങ്കിൽ ANE യൂസ് ചെയ്യുക. ഡബിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ, ഒരു ഡബിൾ ബോണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിൽ ENE യൂസ് ചെയ്തേക്കുക. അതുപോലെ ഒരു ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ YNE യൂസ് ചെയ്തേക്കുക. ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ പേര് എഴുതാൻ വേർഡ് റൂട്ടും അതുപോലെ ഈ സഫിക്സ് ആയിട്ടുള്ള ANE, ENE, YNE കൂടി ചേർത്താൽ മതിയാവും. നമുക്ക് അങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ചെയ്ത് നോക്കാം. ഈ കോമ്പൗണ്ടുകളുടെ പേര് ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് ഒന്നാമത്തെ കോമ്പൗണ്ട് ചെയ്ത് നോക്കാം. CH3, CH2, CH3 എന്ന് പറയുമ്പോൾ ഇതിൽ 3 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. മനസ്സിലാൻ വേണ്ടി ഞാൻ നമ്പർ ഇട്ട് കൊടുക്കാം. 3 കാർബൺ ആറ്റംസ് വരുന്നത് കൊണ്ട് വേർഡ് റൂട്ടായിട്ട് നമ്മൾ എന്ത് ഫിക്സ് ചെയ്തേക്കുക? പ്രൊപ്പ് എന്നുള്ളത് ഫിക്സ് ചെയ്യാം. ഇനി ഇവർക്കിടയിൽ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ANE കൊടുക്കാം. സോ പ്രൊപ്പൈൻ ഈസ് ദ നെയിം. വളരെ ഈസി ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുക, എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, വേർഡ് റൂട്ട് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്കറിയാം 2 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഈത്ത് എന്നുള്ളത് കൊടുത്തിരിക്കണം. പക്ഷേ ഡബിൾ ബോണ്ട് വരുന്നത് കൊണ്ട് നമ്മൾ ANE യൂസ് ചെയ്യരുത്, പകരം എന്ത് യൂസ് ചെയ്യണം? ENE യൂസ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, 2 കാർബൺ ആറ്റം വരുന്നത് കൊണ്ട് ഈത്ത് എന്നുള്ള വാക്ക് യൂസ് ചെയ്തു, ട്രിപ്പിൾ ബോണ്ട് വരുന്നത് കൊണ്ട് YNE എന്ന് യൂസ് ചെയ്തു. സോ ദ നെയിം ഈസ് ഈതൈൻ. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ചസ് വരുന്ന കോമ്പൗണ്ടുകൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബ്രാഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ 2 കോമ്പൗണ്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയേക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ടിൽ നമ്മൾ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എൻഡിലെ കാർബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ എൻഡിലേക്ക് കാർബണുകളെ എണ്ണുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന ചെയിനെയാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കോമ്പൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് എനിക്ക് ഒന്നാമത്തെ കാർബണായിട്ടും ഇത് രണ്ടാമത്തെ കാർബണായിട്ടും ഇത് മൂന്നാമത്തെ കാർബണായിട്ടും എടുക്കാം. ഇതൊരു ചെയിനാണ്, കാരണം ഒരു കാർബണിൽ സ്റ്റാർട്ട് ചെയ്തു, വേറൊരു കാർബണിൽ എൻഡ് ചെയ്തു. ഈ 3 കാർബൺ ആറ്റം വരുന്ന ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരുന്ന ചെയിനെയാണ് നമ്മളെപ്പോഴും മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്. 3ൽ കൂടുതൽ കാർബൺ ആറ്റം വരുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റം വരുന്നു. അപ്പോൾ നമുക്ക്
മെയിൻ ചെയിൻ്റെ പേര് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. മെയിൻ ചെയിൻ്റെ പേര് 3 കാർബൺ ആറ്റം വരുന്നത് കൊണ്ട് പ്രൊപ്പ് എന്നാണ്. അതുപോലെ തന്നെ സിംഗിൾ ബോണ്ട് വരുന്നത് കൊണ്ട് ANE, വേർഡ് റൂട്ടും ANEയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതോടൊപ്പം തന്നെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അതായത് ഈ മെയിൻ ചെയിനിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്തിനെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ ബ്രാഞ്ചിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഒരു കാർബണായിട്ടാണ് ബ്രാഞ്ച് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മെത്ത് എന്നുള്ള വാക്ക് തന്നെ യൂസ് ചെയ്യണം. ഒരു കാർബണാണല്ലോ ബ്രാഞ്ച് വരുന്നത്. പക്ഷേ അതോടൊപ്പം YL എന്നുള്ള വാക്കാണ് ചേർക്കേണ്ടത്. ANE ചേർക്കരുത്. ബ്രാഞ്ചസ് ആണെങ്കിൽ YL ചേർത്തേക്കാം. അപ്പോൾ ഈ ബ്രാഞ്ചിന് വിളിക്കുന്ന പേരാണ് മീതൈൽ. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പേര് മീതൈൽ എന്നുള്ളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മെയിൻ ചെയിൻ പ്രൊപ്പെയിൻ ആണ്, ബ്രാഞ്ച് മീതൈലാണ്. പക്ഷേ ഈ മീതൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം രണ്ടാമത്തെ കാർബൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ കാർബണിൽ മീതൈൽ വരുന്ന 2-മീതൈൽ. ഇനി മെയിൻ ചെയിൻ്റെ പേര് കൊടുത്തേക്കുക പ്രൊപ്പെയിൻ. അതായത് മെയിൻ ചെയിൻ്റെ മുന്നെയാണ് നമ്മൾ ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കേണ്ടത്. അപ്പോൾ മീതൈൽ ഗ്രൂപ്പ് എന്നുള്ളത് പ്രൊപ്പെയിൻ്റെ മുന്നേ പറയണം. അത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലായതുകൊണ്ട് 2-മീതൈൽ പ്രൊപ്പെയിൻ എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാഞ്ചസിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പറുകൾ കൊടുക്കാൻ. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇട്ടാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇട്ടാലും സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ തന്നെയാണ് ബ്രാഞ്ച് വരിക. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ മെയിൻ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കാർബൺ ആറ്റംസ് വരുന്ന ചെയിനാണ് മെയിൻ ചെയിൻ. നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. 1 2 3 4 5. മെയിൻ ചെയിൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. 5 കാർബൺ ആറ്റംസ് വരുന്നതാണ് മെയിൻ ചെയിൻ. താഴത്തേക്ക് എടുത്താലും കുഴപ്പമില്ല. ഞാനൊരു വൃത്തിക്ക് വേണ്ടി സ്ട്രെയിറ്റ് എടുത്തു എന്നുള്ളൂ. 5 കാർബൺ ആറ്റത്തിൽ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ചെയിൻ ഇതിലില്ല. ഇതിൽ മൂന്നാമത്തെ കാർബണിലാണ് ഇപ്പോൾ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കൂ, ഞാനിവിടെ മെയിൻ ചെയിൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബോക്സിലാക്കിയിരിക്കുന്നതാണ് മെയിൻ ചെയിൻ, അതല്ലാതെ പുറത്തേക്ക് നിൽക്കുന്നതാണ് ബ്രാഞ്ച്. അപ്പോൾ മെയിൻ ചെയിൻ്റെ പേര് വരുന്നത് 5 കാർബൺ ആറ്റം വരുന്നത് കൊണ്ട് പെൻറ്റ്, അതുപോലെ തന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയ്ൻ. പെൻറ്റെയിൻ ആണ് മെയിൻ ചെയിൻ്റെ പേര് വരിക. ബ്രാഞ്ചിൻ്റെ പേര് നോക്കൂ, 2 കാർബൺ ആറ്റമാണ് ബ്രാഞ്ചായിട്ട് വന്നിട്ടുള്ളത്. ഒരു കാർബൺ ബ്രാഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ മീതൈൽ ആയേനെ. 2 കാർബൺ ആറ്റം ആയതുകൊണ്ട് ഈത്ത് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം. ബ്രാഞ്ച് ആയതുകൊണ്ട് YL, ഈതൈൽ. സോ മൂന്നാമത്തെ കാർബണിൽ ഈതൈൽ ഗ്രൂപ്പുള്ള പെൻറ്റെയിൻ, ഇതാണ് നമ്മൾ പറയേണ്ടത്. സോ നമ്മൾ ആദ്യം ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കാനുള്ളതുകൊണ്ട് 3-ഈതൈൽ പെൻറ്റെയിൻ ഇസ് ദ നെയിം. നമുക്ക് അടുത്ത 2 കോമ്പൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഇതിൽ കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ കോമ്പൗണ്ട്. ഇവിടെ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 കാർബൺ ആയിട്ടുള്ള മാതിരിയാണ് ഫീൽ ചെയ്യുക. പക്ഷെ ആക്ച്വലി നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 1 2 3 4 5 5 കാർബൺ ആറ്റംസ് മെയിൻ ചെയിനിൽ വരും. 5 കാർബൺ ആറ്റംസ് വരുന്ന പോസിബിലിറ്റി ആയിരിക്കും മെയിൻ ചെയിൻ വരിക. അതുകൊണ്ട് ഇവിടുത്തെ മെയിൻ ചെയിൻ്റെ പേര് പെൻറ്റെയിൻ എന്നായിരിക്കും. സിംഗിൾ ബോണ്ട് വരുന്നതുകൊണ്ട് ANE യൂസ് ചെയ്തു, പെൻറ്റെയിൻ. ബ്രാഞ്ചിൻ്റെ പേര് ഒരു CH3 ആണ് പുറത്തേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിൻ്റെ പേര് മീതൈൽ ഗ്രൂപ്പ് ആയിരിക്കും. അത് 3rd കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ 3-മീതൈൽ പെൻറ്റെയിൻ ഇസ് ദ നെയിം. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കിക്കൂ. ഇവിടെ നമ്മൾ മെയിൻ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ 4 കാർബൺ ആറ്റം വരുന്നത് തന്നെയാണ് മെയിൻ ചെയിൻ വരുന്നത്. ഞാനൊന്ന് മാർക്ക് ചെയ്യാം. നോക്കൂ, അടുത്ത കോമ്പൗണ്ടിൽ ഇതാ 4 കാർബൺ ആറ്റം വരുന്നത് തന്നെയാണ് മെയിൻ ചെയിൻ വരിക. പക്ഷെ നമ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്പർ ഇടുന്നതെങ്കിൽ 1 2 3 4 3rd കാർബൺ ആറ്റത്തിലായിരിക്കും ബ്രാഞ്ച് വരുന്നത്. പക്ഷേ തിരിച്ചാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്പർ ഇടുന്നതെങ്കിൽ 1 2 3 4 സെക്കൻഡ് കാർബൺ ആറ്റത്തിലായിരിക്കും ബ്രാഞ്ച് വരുന്നത്. ബ്രാഞ്ചസിന് എപ്പോഴും മിനിമം നമ്പർ കിട്ടണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന രീതിയിൽ നമ്പർ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് മെയിൻ ചെയിൻ്റെ പേരറിയാം. മെയിൻ ചെയിൻ്റെ പേര് 4 കാർബൺ ആറ്റം വന്നതുകൊണ്ട് ബ്യൂട്ടാണ്. സിംഗിൾ ബോണ്ട് വന്നതുകൊണ്ട് എയ്ൻ ആണ്. ബ്രാഞ്ചിൻ്റെ പേര് ഒരു കാർബൺ ബ്രാഞ്ച് വന്നതുകൊണ്ട് മീതൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ചായിട്ട് വരുന്നത്. അത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് മീതൈൽ വരുന്നത്. അതുകൊണ്ട് കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത് 2-മീതൈൽ ബ്യൂട്ടെയിൻ. ഇതിൽ ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കോ. ഇതിൽ മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. നമുക്ക് നമ്പറിങ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ ചെയ്യാം. ഒരു ചേഞ്ചിന് ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുന്നു. 1 2 3 4
5 എങ്ങനെ നമ്പർ ചെയ്താലും ബ്രാഞ്ചസിന് മിനിമം നമ്പർ കിട്ടും. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെങ്ങനെ പറയാം? 5 കാർബൺ ആറ്റം വരുന്നത് കൊണ്ട് മെയിൻ ചെയിൻ്റെ പേരെന്ന് പറയുന്നത് പെൻറ്റീൻ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ബ്രാഞ്ച്, ഇവിടെ 2 ബ്രാഞ്ച് വരുന്നുണ്ട്. 2 ബ്രാഞ്ചിൻ്റെ പേര് മീത്തൈൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മീത്തൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ മെയിൻ ചെയിൻ്റെ പേര് പെൻറ്റീൻ, ബ്രാഞ്ചിൻ്റെ പേര് മീത്തൈൽ. പക്ഷേ സെക്കൻഡ് കാർബൺ ആറ്റത്തിലും ഫോർത്ത് കാർബൺ ആറ്റത്തിലും ഓരോ മീത്തൈൽ ഗ്രൂപ്പുകൾ ബ്രാഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് കാർബൺ ആറ്റം അതുപോലെ ഫോർത്ത് കാർബൺ ആറ്റം 2,4 ഒരു ഹൈഫൺ കൊടുക്കുന്നു. 2 മീത്തൈൽ ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് ഡൈ മീത്തൈൽ എന്നുള്ള വാക്ക് നമ്മളവിടെ യൂസ് ചെയ്യണം. അതുപോലെ പെൻറ്റീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പറുകൾ അടുപ്പിച്ച് വരികയാണെങ്കിൽ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ ഒരു നമ്പറും ഒരു ലെറ്ററും ഒരുമിച്ച് വരികയാണെങ്കിൽ ഹൈഫൺ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ പേര് 2,4 ഡൈ മീത്തൈൽ പെൻറ്റീൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് 8 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അതാണ് ഒക്ടീൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നമുള്ളത്, നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. 1 2 3 4 5 6 7 8 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ തേർഡ് കാർബൺ ആറ്റത്തിൽ ഈത്തൈൽ ഗ്രൂപ്പ് വരും. അതുപോലെ 6th കാർബൺ ആറ്റത്തിൽ മീത്തൈൽ ഗ്രൂപ്പ് വരും. അതേസമയം തിരിച്ചാണ് കൗണ്ട് ചെയ്യുന്നത് വിചാരിക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ഫസ്റ്റ് കാർബൺ ആവും, ഇത് സെക്കൻഡ് കാർബൺ ആറ്റം ആവും, ഇത് തേർഡ് ആവും, ഇത് ഫോർത്ത് ആവും, ഇത് ഫിഫ്ത്ത് ആവും, ഇത് സിക്സ്ത് ആവും, 7 8 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് തേർഡ് കാർബൺ ആറ്റത്തിൽ മീത്തൈൽ ഗ്രൂപ്പും അതുപോലെ 6th കാർബൺ ആറ്റത്തിൽ ഈത്തൈൽ ഗ്രൂപ്പും ആയിരിക്കും. 2 നമ്പറുകൾ സെയിം തന്നെയാണ്. അപ്പോൾ ഈത്തൈൽ തേർഡിൽ വരണോ അതോ മീത്തൈൽ തേർഡിൽ വരണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആൽഫബറ്റിക് ഓർഡറിൽ ഈത്തൈൽ ഗ്രൂപ്പ് ഫസ്റ്റ് വരുന്നത് കൊണ്ട് മീത്തൈലിന് മുന്നേ ഈത്തൈൽ വരും ആൽഫബറ്റിക് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈത്തൈലിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ കൊടുക്കാൻ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇട്ടാൽ നമ്മൾ ആദ്യത്തെ നമ്പർ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഈത്തൈലിന് മിനിമം നമ്പർ വരിക. അപ്പോൾ ഇവിടുത്തെ പേര് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? നമ്മൾ തേർഡ് കാർബൺ ആറ്റത്തിൽ ഈത്തൈൽ വരുന്നുണ്ട്, സോ 3 ഹൈഫൺ ഈത്തൈൽ. അതുപോലെ വീണ്ടും നമ്പർ വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. ആ 6th പൊസിഷനിൽ മീത്തൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, സോ 6 മീത്തൈൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ ഒക്ടെയിൻ ആണ്, അതുകൊണ്ട് ഒക്ടെയിൻ കൊടുത്തു. 3 ഈത്തൈൽ 6 മീത്തൈൽ ഒക്ടെയിൻ ഇസ് ദ നെയിം. അപ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ട് ചെയ്ത് നോക്കാം. ഇത് കുറച്ചുകൂടി ഒരു വലുപ്പം തോന്നിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ മെയിൻ ചെയിൻ സെലക്ട് ചെയ്തേക്കുക. മെയിൻ ചെയിൻ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും, ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എണ്ണുമ്പോൾ 9 കാർബൺ ആറ്റംസ് വരുന്നതാണ് മെയിൻ ചെയിൻ. നോക്കൂ, 1 2 3 4 5 6 7 8 9. ഇനി അത് തിരിച്ച് നമ്പർ ഇടുകയാണെങ്കിലും 5th തന്നെയാണ് നമുക്ക് ബ്രാഞ്ച് വരുന്നത്. നമുക്ക് ബ്രാഞ്ച് ഇതാണെന്ന് അറിയാലോ. ബ്രാഞ്ച് വലിയൊരു ബ്രാഞ്ചാണ്, പക്ഷേ അത് 5th പൊസിഷനിലാണ് വരുന്നത്. അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണുമ്പോഴും 5th പൊസിഷനിൽ തന്നെ വരാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് മെയിൻ ചെയിൻ്റെ പേര് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് നൊണൈൻ എന്നാണ്. 9 കാർബൺ ആറ്റം വരുന്നതുകൊണ്ട് സിംഗിൾ ബോണ്ട് വരുന്നതുകൊണ്ടും നൊണൈൻ തന്നെയാണ്. ബ്രാഞ്ച് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ നോക്കൂ, 3 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, 1 2 3. അപ്പോൾ ഒരു പ്രൊപ്പൈനാണ്. പ്രൊപ്പൈൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു മീത്തൈൽ ഗ്രൂപ്പും രണ്ടാമതൊരു മീത്തൈൽ ഗ്രൂപ്പും ബ്രാഞ്ചായിട്ട് വരുന്നുണ്ട്. അതായത് ബ്രാഞ്ചിൻ്റെ പേര് വരുന്നത് 2,2 ഡൈ മീത്തൈൽ പ്രൊപ്പൈൽ. ബ്രാഞ്ച് ആയതുകൊണ്ട് AND കൊടുക്കരുത്, പ്രൊപ്പൈൽ. ഇതാണ് ബ്രാഞ്ചിൻ്റെ പേര്. ബ്രാഞ്ചിൻ്റെ പേര് കുറച്ച് വലുതാണ്. 2,2 ഡൈ മീത്തൈൽ പ്രൊപ്പൈൽ എന്നുള്ളതാണ് ബ്രാഞ്ചിൻ്റെ പേര് വരുന്നത്. ഇനി നോക്കൂ, നൊണൈൻ എന്ന് പറയുന്ന ഈ മെയിൻ ചെയിനിൻ്റെ 5ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അതുകൊണ്ട് 5 ഹൈഫൺ. ആ ബ്രാഞ്ചിൻ്റെ പേര് 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൽ എന്നാണ്. അതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2,2 ഡൈ മീത്തൈൽ പ്രൊപ്പൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞു. 5th പൊസിഷനിലെ ബ്രാഞ്ചിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി നൊണൈൻ ചേർത്തേക്കുക. സോ നൊണൈൻ. ഇങ്ങനെയായിരിക്കും കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ കോമൺ നെയിമുകൾ അതിനുവേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നമുക്ക് പറയാം. CH3 സിംഗിൾ ബോൺ CH2 സിംഗിൾ ബോൺ CH2. ഇങ്ങനെ നമ്മൾ ബ്രാഞ്ച് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബ്രാഞ്ചസിനെ കുറിച്ച് മാത്രമാണ്. ബ്രാഞ്ച് ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിതിന് നോർമൽ പ്രൊപ്പൈൽ
അല്ലെങ്കിൽ പ്രൊപ്പൈൽ എന്ന് മാത്രം കൊടുത്താലും മതി. അതേസമയം CH3 സിംഗിൾ ബോണ്ട് CH3 പ്രൊപ്പൈലിന്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ബ്രാഞ്ച് വരുന്ന രീതിയിൽ, ഒരു CH3 ബ്രാഞ്ച് വരുന്ന രീതിയിൽ സെക്കൻഡ് കാർബൺ നിന്നാണ് കണക്ഷൻ വരുന്നതെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോപ്രൊപ്പൈൽ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്യൂട്ട് 4 കാർബൺ ആറ്റംസ് വരികയാണെങ്കിൽ നമ്മൾ CH3 സിംഗിൾ ബോണ്ട് CH2 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് നോർമൽ ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. പക്ഷേ CH3 സിംഗിൾ ബോണ്ട് CH ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കുന്നു, CH3 ഇവിടെ CH2 ഇത് ബ്രാഞ്ച് ആയിട്ട് വരികയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോബ്യൂട്ടൈൽ. CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ഇങ്ങനെയാണ് ബ്രാഞ്ച് വരുന്നത് വിചാരിക്കുക. ഇത് തെറ്റാതെ ചെയ്യണം. ഇവിടെ നമ്മൾ മെയിൻ ചെയിനായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഈ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കാർബൺ ആണ്. സെക്കൻഡറി കാർബൺ എന്ന് വെച്ചാൽ അതിന് വേറെ 2 കാർബണായിട്ട് കണക്ഷൻ ഉണ്ടാവും. അതായത് ഈ കാർബൺ ആറ്റത്തിന്, ഞാനിപ്പോൾ റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആറ്റത്തിന് ഇവിടെ ഒരു കാർബണായിട്ടും ഇവിടെ ഒരു കാർബണായിട്ടും കണക്ഷൻ ഉണ്ട്. ഇങ്ങനെ 2 കാർബണായിട്ട് കണക്ട് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കാർബൺ. ഈ സെക്കൻഡറി കാർബൺ ആണ് ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ അല്ലെങ്കിൽ സെക് ബ്യൂട്ടൈൽ എന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതും. ഐസോബ്യൂട്ടൈലും സെക് ബ്യൂട്ടൈലും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് മാറാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ഞാൻ മറ്റൊരു കോമ്പൗണ്ട് എഴുതാം. CH3 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3 ഇതാണ് ബ്രാഞ്ച് വരുന്നതെന്ന് വിചാരിക്കുക. നോക്കൂ, ഈ കോമ്പൗണ്ടാണ് ബ്രാഞ്ച് വരുന്നതെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന, മെയിൻ ചെയിനായിട്ട് കണക്ട് ചെയ്യുന്ന കാർബൺ ആറ്റം ഇതാണ്. ഈ കാർബണിന് വേറെ 1, 2, 3 കാർബൺ ആറ്റംസ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ടേർഷറി അഥവാ ടേർട്ട് ബ്യൂട്ടൈൽ എന്നാണ് നമ്മൾ ഈ ബ്രാഞ്ചിന് പേര് കൊടുക്കുക. അപ്പോൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് നോർമൽ പ്രൊപ്പൈൽ, പിന്നെ ഐസോപ്രൊപ്പൈൽ, ദെൻ നോർമൽ ബ്യൂട്ടൈൽ, ഐസോബ്യൂട്ടൈൽ, സെക്കൻഡറി ബ്യൂട്ടൈൽ, ദെൻ ടേർഷറി ബ്യൂട്ടൈൽ. ഇത്രയും ഗ്രൂപ്പുകൾ വരാനുള്ള സാധ്യത കണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പെൻഡിനും വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കൂടുതൽ ഹെവി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ. ഇത് വീഡിയോൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ആൻസർ പറയാം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. CH3 ട്വൈസ് ഡബിൾ ബോണ്ട് CH3 ട്വൈസ്. ഇതേ കോമ്പൗണ്ട് തന്നെ നിങ്ങളൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതി വയ്ക്കുക. എങ്ങനെ എഴുതാൻ പറ്റുക? ഇവിടെ C ഡബിൾ ബോണ്ട് C വരുന്നുണ്ട് അല്ലേ? അപ്പം ഞാൻ C ഡബിൾ ബോണ്ട് C ഇവിടെ വരച്ചു. ഇനി ആദ്യത്തെ ഈ കാർബൺ ആറ്റത്തിൽ CH3കൾ 2 വരുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ടിക്കിട്ട കാർബൺ ആറ്റത്തിൽ CH3 ഗ്രൂപ്പുകൾ 2 ഉണ്ട്. അതായത് ഒരു ഭാഗത്തേക്ക് ഒരു CH3 വരുന്നുണ്ട്, രണ്ടാമത്തെ ഭാഗത്തേക്കും ഒരു CH3 വരുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ സ്റ്റാർ മാർക്ക് ഇട്ട ഈ കാർബൺ ആറ്റത്തിലും 2 CH3 ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ CH3 കൊടുത്തു, ഇവിടെ ഞാൻ CH3 കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത മാതിരി നമുക്ക് തോന്നും. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ പേരൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കാം, മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. 4 കാർബൺ ആറ്റംസ് വരുന്നതായിരിക്കും മെയിൻ ചെയിൻ വരിക. അപ്പോൾ ഇതാ ഇവിടെ ഈ വരുന്ന ഈ ഒരു ചെയിനിനെ നമുക്ക് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. വേറെയും പോസിബിലിറ്റീസ് ഉണ്ട്, അതൊന്നും പ്രശ്നമല്ല. എങ്ങനെ പോയാലും നമുക്ക് 4 കാർബൺ ആറ്റംസ് വരുന്ന ഈ ചെയിൻ ആയിരിക്കും മെയിൻ ചെയിൻ ആയിട്ട് വരിക. നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടുന്നു. 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ഇടുന്നു. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇട്ടാലും സെയിം നമ്പറിങ് തന്നെയായിരിക്കും വരിക. ബ്രാഞ്ചസ് സെയിം കാർബൺ ആറ്റംസിൽ തന്നെയായിരിക്കും വരിക. അതുകൊണ്ടാണ് അങ്ങനെ ഇടാൻ കാരണം. ഇത്രയേ ഇട്ടു. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ പേരൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് വരുന്നത്? 4 കാർബൺ ആറ്റംസ് വരുന്നത് മെയിൻ ചെയിൻ്റെ പേര് ബ്യൂട്ട് വരും. പക്ഷെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ ബോണ്ട് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് 2 ആയിരിക്കും. ബ്യൂട്ട് 2 ആയിരിക്കും മെയിൻ ചെയിൻ. ബ്രാഞ്ചസ് നോക്കിക്കൂ. ബ്രാഞ്ചസ് ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, രണ്ടാമത് ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ബ്രാഞ്ചസും ആയിരിക്കും. അപ്പോൾ നമ്മളെങ്ങനെ പേര് പറയാം? രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും മീഥൈൽ ഗ്രൂപ്പ് വരുന്ന 2,3 ഡൈ മീഥൈൽ ബ്യൂട്ട് 2 ഇതായിരിക്കും പേര് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാമത്തെ എളുപ്പമാണ്. 6 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, സൈക്ലിക് ആണ്. സോ സൈക്ലോ ഹെക്സ്, ഡബിൾ ബോണ്ട് വരുന്നത് കൊണ്ട് ഈനാണ്. സൈക്ലോ ഹെക്സീൻ ഇസ് ദ നെയിം. രണ്ടാമത്തെ കോമ്പൗണ്ട്
സൈക്ലോഹെക്സീൻ തന്നെ വരുന്നുണ്ട്, പക്ഷെ അതിൽ ബ്രാഞ്ച് ആയിട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പം മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. ആ ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ ഇതിന് 1 എന്നുള്ള നമ്പർ കൊടുത്തു. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് വേണം കൗണ്ട് ചെയ്യാൻ. 1 2 3 4 5 6 ഇങ്ങനെ കൗണ്ട് ചെയ്താൽ മാത്രമാണ് ഡബിൾ ബോണ്ട് ഒന്നാമത്തെ ബോണ്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അത് റൈറ്റിലേക്ക് കൗണ്ട് ചെയ്യരുത്, ലെഫ്റ്റിലേക്ക് തന്നെ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ബോണ്ട് ഡബിൾ ബോണ്ടാണ്. ഒന്നാമത്തെ കാർബണിൽ തന്നെ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സൈക്ലോഹെക്സ്-1 തന്നെയാണ്, അല്ലെങ്കിൽ സൈക്ലോഹെക്സീൻ തന്നെയാണ്. അതിൽ ഫസ്റ്റ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ 1 മീഥൈൽ അല്ലെങ്കിൽ മീഥൈൽ എന്ന് കൊടുത്താലും മതി. 1 മീഥൈൽ എന്ന് കൊടുക്കണമെന്നില്ല. മീഥൈൽ സൈക്ലോഹെക്സീൻ ഇസ് ദ നെയിം. മീഥൈൽ സൈക്ലോഹെക്സീൻ. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിക്കോ. അവിടെയും സൈക്ലോഹെക്സൈൻ വരുന്നുണ്ട്, പക്ഷെ അതിൽ ഒന്നാമത്തെ കാർബണിലാണ് മീഥൈൽ വരുന്നതെങ്കിൽ 2 3 4 5 6 ഈ രീതിയിൽ നമ്പർ ഇടണം. അപ്പോൾ മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഒന്നാമത്തതിലും മൂന്നാമത്തതിലും മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേര് വരിക 1,3 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളുടെയും അതുപോലെ റിംഗ് സ്ട്രക്ചർ വരുന്ന കോമ്പൗണ്ടുകളുടെയും കുറേ നെയിമിങ്ങുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന കോമ്പൗണ്ടുകളുടെ നെയിമിങ്, അതുപോലെ തന്നെ ബെൻസീൻ റിംഗ് വരുന്ന ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ നെയിമിങ്. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ചെയിൻ നൊണൈൻ തന്നെയാണ് വരുന്നത്, അതിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ അതിൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഒന്ന് ഇതാണ്, ഈ ബ്രാഞ്ചിന്റെ പേര് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ബ്രാഞ്ച് നമ്മൾ സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് വരുന്നത്. അപ്പം 4ാമത്തെ കാർബണിൽ ഐസോപ്രൊപ്പൈൽ വരുന്ന, 5ാമത്തെ കാർബണിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ വരുന്ന ഒരു കോമ്പൗണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഐസോപ്രൊപ്പൈലിൽ പ്രൊപ്പൈൽ എന്നുള്ള വാക്കാണ് വരുന്നത്, സെക്കൻഡറി ബ്യൂട്ടൈൽ ബ്യൂട്ടൈൽ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ആൽഫബറ്റിക് ഓർഡർ നോക്കുമ്പോൾ സെക്കൻഡറി ബ്യൂട്ടൈൽ നമ്മൾ ആദ്യം എഴുതണം. നമ്പറിങ്ങിലൊന്നും ഒരു മാറ്റമില്ല, പക്ഷേ പേര് എഴുതുന്ന സമയത്ത് സെക്കൻഡറി ബ്യൂട്ടൈൽ നമ്മൾ എഴുതാൻ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേര് വരിക 5ാമത്തെ കാർബൺ ആറ്റത്തിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ വരുന്ന 5 സെക്കൻഡറി ബ്യൂട്ടൈൽ. അതുപോലെ 4ാമത്തെ കാർബണിൽ ഐസോപ്രൊപ്പൈൽ വരുന്ന 4 ഐസോപ്രൊപ്പൈൽ വരുന്ന 9 കാർബൺ ആറ്റം വരുന്ന ചെയിൻ ആണല്ലോ. അപ്പോൾ മെയിൻ ചെയിൻ്റെ പേര് നൊണൈൻ. ഇതായിരിക്കും കോമ്പൗണ്ടിൻ്റെ പേര് വരിക. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഫംഗ്ഷൻ ഗ്രൂപ്പുകളെയും ആരോമാറ്റിക് കോമ്പൗണ്ടുകളെയും കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക്